SFI രണ്ട് വൻ വിജയങ്ങൾ നേടിയ വാർത്തയാണ് കേരളത്തിന് പുറത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിലൊന്ന് ഡൽഹി JNU സർവകലാശാലയിൽ നിന്നാണെങ്കിൽ മറ്റൊന്ന് പോണ്ടിച്ചേരി സർവകലാശാലയിൽ നിന്നാണ്. ഈ പോണ്ടിച്ചേരി സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലേക്ക് നടന്ന ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സർവകലാശാലയ്ക്ക് കീഴിലെ മുഴുവൻ ക്യാമ്പസുകളിലും യൂണിയൻ ഭരണം പിടിച്ചെടുത്താണ് SFI കരുത്ത് കാട്ടിയിരിക്കുന്നത്. കാരക്കാൽ ക്യാമ്പസ്, പോണ്ടിച്ചേരി കമ്മ്യൂണിറ്റി കോളേജ്, മാഹി ക്യാമ്പസ്, അതുപോലെ തന്നെ ആൻഡമാൻ പോർട്ട് ബ്ലെയർ ക്യാമ്പസ് ഉൾപ്പെടെയാണ് യൂണിയൻ ഭരണം SFI പിടിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം ICC സീറ്റിലും SFI സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. 115 കൗൺസിലർ പോസ്റ്റുകളിൽ 68 ഇടത്തും SFI മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഇനി നടക്കുന്ന സർവകലാശാല പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള യൂണിയൻ ഭാരവാഹി തെരഞ്ഞെടുപ്പിലും SFI ആണ് വിജയിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന സംഘടനാ രീതിയാണ് പോണ്ടിച്ചേരിയിലും SFIക്ക് ഗുണം ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അടുത്തിടെ ഒരു പ്രൊഫസറുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ സമരം രാജ്യവ്യാപകമായിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നത്. പ്രതിഷേധിച്ച SFIക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും വലിയ സംഘർഷത്തിലാണ് കലാശിച്ചിരുന്നത്. പോണ്ടിച്ചേരിയിലെ അനുഭവം ഇതാണെങ്കിൽ രാജ്യതലസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന് പറയാനുള്ളത് മറ്റൊരു അനുഭവമാണ്. സംഘപരിവാർ സംഘടനയായ ABVPക്ക് കരുത്ത് പകരുന്നതിനായിട്ട് JNU ക്യാമ്പസിൽ ഇത്തവണ RSS നടത്തിയിരുന്നത് പദസഞ്ചലനമാണ്. ക്യാമ്പസിലെ പരിവാർ അനുകൂലികളായ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അധ്യാപകരെയും ജീവനക്കാരെയും പങ്കെടുപ്പിച്ച് നടത്തിയ ഈ പദസഞ്ചലനത്തിന് മാധ്യമങ്ങളും വലിയ വാർത്താ പ്രാധാന്യമാണ് നൽകിയിരുന്നത് എന്നതും നാം മറന്നുപോകരുത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഈ ചുവപ്പുകോട്ട പൊളിക്കാൻ സംഘപരിവാർ സംഘടനകൾ നടത്തിയ സകല ശ്രമവും പാളി എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ജനറൽ സീറ്റുകളിൽ ഉൾപ്പെടെ SFIയും ICയും നേതൃത്വം നൽകുന്ന ഇടതുപക്ഷമാണ് മുന്നേറിയിരിക്കുന്നത്. അതായത് പദസഞ്ചലനം കൊണ്ടും ABVPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നത് വ്യക്തമാണ്.